എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, എനിക്ക് ഇനി ഡിഗ്രി കോഴ്സിന് അപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ ഈ വർഷത്തെ ഡിഗ്രി കോഴ്സിന് ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല, അപ്പോൾ ഇനി എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇന്ന്, അതായത് ജൂൺ 18-ാം തീയതി വൈകുന്നേരം 5 മണി വരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി.ac.in വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് FIUGP ആൻഡ് FIIMB പ്രോഗ്രാം ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും FIUGP എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി MG യൂണിവേഴ്സിറ്റിയുടേതും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടേത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകാറുള്ളത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏകദേശം ജൂൺ 20-ന് മുമ്പായിട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20-ന് മുമ്പല്ല, ജൂൺ 21-ന് ശേഷം വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. അപ്പോൾ MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു എപ്പോഴാണ് അതിൻ്റെ അപേക്ഷ, അതായത് ഈ ഒരു പുതുതായിട്ട് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അപേക്ഷ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. കാരണം തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെയാണ് MG യൂണിവേഴ്സിറ്റി പുതിയ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ ഇരുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരം കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ലേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ രജിസ്ട്രേഷൻ നൽകാറുള്ളത്, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലേറ്റ് രജിസ്ട്രേഷൻ മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് ഇതുവരെ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തതായുള്ളത് കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാറുള്ളത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ അനുവദിക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയം നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അതായത് കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ നിലവിൽ ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ പ്രസിദ്ധീകരിച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള നടപടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷനാണ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അതും ഇന്ന് വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് അതിനുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അത് നേരത്തെ പറഞ്ഞതുപോലെ ലേറ്റ് രജിസ്ട്രേഷന് ശേഷമാണ് പറ്റുക. ലേറ്റ് രജിസ്ട്രേഷൻ അല്ല, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ലേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലാണ് രജിസ്ട്രേഷൻ കിട്ടുക. അതുപോലെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കുക. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് പിന്നീട് ഇന്ന് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഏകദേശം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലാണ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് ന്യൂ രജിസ്ട്രേഷൻ വരുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതും ആണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും, അപ്പോൾ എനിക്ക് ലേറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. ലേറ്റായിട്ട് കൊടുത്താലും അഡ്മിഷൻ കിട്ടുന്നതാണ്. കാരണം നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ നേടുന്ന പല വിദ്യാർത്ഥികളും ചിലപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ JEE, അതുപോലെ തന്നെ നീറ്റ് ഇവ പോലുള്ളവ ലഭിക്കുന്ന അഡ്മിഷനിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി സീറ്റുകളായിരിക്കും കോളേജുകളിൽ പിന്നീട് ഒഴിഞ്ഞു കിടക്കുക. ഇപ്പോൾ ചിലപ്പോൾ വേക്കൻസി കുറവായിട്ട് കാണിക്കുമെങ്കിലും പിന്നീട് ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾ മറ്റു വിഭാഗങ്ങളിലേക്ക് അഡ്മിഷൻ നേടി പോകുന്നത് കൊണ്ട് തന്നെ അവിടെ വേക്കൻസി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഡെയിലി നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജിലാണ് അപേക്ഷിക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ ഓട്ടോണോമസ് കോളേജിൽ അപേക്ഷിച്ചവർ ആ ഒരു ഓട്ടോണോമസ് കോളേജിൻ്റെ വെബ്സൈറ്റും ഡെയിലി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.